ആർമീസ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മുടെ ബർത്ത്ഡേ ബോയ് ഒരു 13 മിനിറ്റൊക്കെ നീണ്ടു നിന്ന വിവേഴ്സ് ലൈവ് വന്നിരുന്നു. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ലൈവിൻ്റെ ചെറിയൊരു മലയാളം എക്സ്പ്ലനേഷൻ ആട്ടോ ഞാൻ ചെയ്യാൻ പോണത്. ഇനി ലൈവിൽ ബർത്ത്ഡേ പ്രമാണിച്ച് ബർത്ത്ഡേക്കാരൻ ഒന്നല്ല 2 കേക്കൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ലൈവിൻ്റെ തുടക്കം തന്നെ നമുക്ക് യുങ്കിൻ്റെ കയ്യിൽ ഒരു ഐപാഡ് കാണാം. എന്താണെന്ന് വെച്ചാൽ ലൈവിൻ്റെ കമൻസ് അതിൽ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ യുങ്കി പോയിക്കൊണ്ടിരിക്കുന്ന ലൈവ് ഓൺ ആക്കുമ്പോൾ അതിൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്. എന്നിട്ട് ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് യുങ്കി പറയും, ഈ ലൈവിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ വരുന്നുണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അന്ന വിട്ട് നിൽക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആർമീസിൻ്റെ ഉള്ളിൽ ഹായ് ഒക്കെ പറഞ്ഞിട്ട് യുങ്കി പറയണത് ഞാൻ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വരികയാണ്, അതുകൊണ്ടാണ് എൻ്റെ ഒരു കോല ഇങ്ങനെയെന്നൊക്കെയാണ് കേട്ടോ. പിന്നെ ലൈവിൽ അപ്പം ട്രാൻസ്ലേഷൻ വരുന്നതിനെ കുറിച്ച് യുങ്കി പറയുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ആർമീസിൻ്റെ ബർത്ത്ഡേ വിഷ് വായിക്കുന്നുണ്ട്. ആർമീസിനോട് ബർത്ത്ഡേ വിഷിനൊക്കെ താങ്ക്സ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കംബാക്ക് അടുത്തും കൊണ്ട് തന്നെ അതിൻ്റെതായ തിരക്കിലാണ്, ഭയങ്കര ബിസിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ 2 കോൺസേർട്ടിന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്, ഇപ്പോൾ ഒരു ഒഴിവുമില്ല, ഭയങ്കര ടയേർഡാണ്. അതുകൊണ്ട് തന്നെ അതേപോലെ താൻ തടി കുറയുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ യുങ്കി പറയുന്നുണ്ട്. താനിപ്പോൾ തടി നല്ലോണം കുറയണത് കൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ലൂസാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി യുങ്കി സ്ക്രീനിൽ നോക്കാതെ എന്തുകൊണ്ടാണ് ഐപാഡിൽ നോക്കിയിട്ട് കമൻറ്റ് വായിക്കണം എന്നുള്ള കമൻറ്റ് കണ്ടു തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് കണ്ണിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിൽ നോക്കാതെ ഈ ഐപാഡിൽ നോക്കിയിട്ട് കമൻറ്റ് വായിക്കണമെന്ന്. അതേപോലെ വയസ്സാവാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഈ ബർത്ത്ഡേ ഇങ്ങനെ വരുന്നത് അത്ര സ്വീറ്റ് ആയിട്ടുള്ള കാര്യമല്ല ഇപ്പോൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ താൻ മുടി കുറച്ച് വെട്ടിയിരുന്നു, വീണ്ടും ഇപ്പോൾ വളരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ആർമീസിനോട് എന്തായാലും ബർത്ത്ഡേ അല്ല, അപ്പോൾ ഒരു ക്യാൻഡിലെങ്കിലും കത്തിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു കേക്കിൽ ഒരു ക്യാൻഡിൽ കത്തിക്കേണ്ടത്. എന്നിട്ട് പറയുന്നുണ്ട് സ്റ്റാഫ്സ് ആണ് ഈ ഒരു കേക്കൊക്കെ പ്രിപ്പയർ ചെയ്തെന്നുള്ള പറയുന്നുണ്ട്. എന്നിട്ട് സ്വയം ബർത്ത്ഡേ വിഷൊക്കെ പാടിയിട്ട് ആ ഒരു ക്യാൻഡിൽ ഊതി കെടുത്തുന്നുണ്ട്. പിന്നെ പറയുന്ന കുറച്ച് നേരത്തെ സ്റ്റാഫ്സ് എല്ലാവരും കൂടി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു. പക്ഷേ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള എന്നെപ്പോൾ ഉള്ളവർക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു ബർത്ത്ഡേ ആഘോഷ സംഭവങ്ങളൊക്കെ അത്ര ഈസി അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ കംബാക്ക് ഷോയ്ക്കും കോൺസേർട്ടിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഒരു ഒഴിവുമില്ല, ഇതത്ര എളുപ്പമുള്ള പണിയല്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ ആർമീസിനോട് ഇപ്രാവശ്യത്തെ കംബാക്ക് ഷോ ആണെങ്കിലും കോൺസേർട്ടിനാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രതീക്ഷ വെക്കാന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇന്നലെ 2 ദിവസം മുന്നേ ഒറ്റ ബേസ്ബോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലിങ്ങനെ ഒരുപാട് അഡ്വർടൈസ്മെന്റ് ഈ ഒരു കംബാക്കിനെ കുറിച്ച് വരുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിന്റെ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം എന്തായാലും വരാൻ പറ്റുന്നവർക്ക് വന്നിട്ട് ലൈവായിട്ട് കാണാം, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വഴി ഇത് ലൈവായിട്ട് കാണാൻ നല്ല ഫണ്ണായിരിക്കും എന്ന് പറയുന്നുണ്ട് യുങ്കി. എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇനി ആൽബം വരാൻ 11 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, 2 ആഴ്ചയും കൂടി ഇല്ല, സമയം പെട്ടെന്ന് പോകുന്നുണ്ട്, എത്ര പെട്ടെന്ന് പോകണം എന്നുള്ള പറയുന്നുണ്ട്. പിന്നെ ഒരു ആർമി തടി പോയോ യുങ്കി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് തടി പോയി 59 കിലോനേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ ആർമീസിന്റെ കമന്റ് കണ്ടിട്ടായിരിക്കും യുങ്കി റമദാന്റെ കാര്യം പറയുന്നുണ്ട്, ഫാസ്റ്റിംഗ് എടുക്കണവരെ കാര്യം, അതായത് ഫാസ്റ്റിംഗ് എടുക്കണവർ ഒരുപാടുണ്ടല്ലേ ഇപ്പോൾ. അപ്പോൾ ഞാൻ കേട്ടതനുസരിച്ച് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാന്നാണല്ലോ അല്ലേ എന്നുള്ള കാര്യം യുങ്കി ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു ആർമി കമന്റിലൂടെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ യുങ്കി പറയുന്നുണ്ട് എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് ആയിട്ട് ഒത്തുവരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇന്ന് എനിക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്യാൻ പോകാനുണ്ട്, അതുകൊണ്ട് തന്നെ ലൈവ് കുറേ നേരം വരാൻ കഴിയില്ല എന്ന്. ഞാൻ ഇപ്പം തന്നെ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് വന്നതാണ്. പിന്നെ എന്തായാലും ഇപ്പം അടുത്ത് നമുക്കൊരു കംബാക്ക് ഷോ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെതായ പ്രിപ്പയറിങ്ങും കാര്യങ്ങളും ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ലൈവ് ഇരുന്നിട്ട് തിരിച്ചു പോകണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പ്രാക്ടീസ് കുറേ നേരം ചെയ്ത് കഴിഞ്ഞാൽ ടയേർഡ് ആവുകയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ എനിക്ക് പറയുന്നത് 2 മില്യൺ ആവാൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്, അത്ര ആൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ലൈവ് ഓഫ് ആക്കിയിട്ട് പോകും, എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രാക്ടീസിന് തിരിച്ചു കയറണം എന്നുള്ള കാര്യമാണ് യുങ്കി പറയുന്നത്. ഇതിനിടയ്ക്ക് ഹോപ്പ് ലൈവിൽ വന്നിട്ട് യുങ്കി മാരിമി കമന്റ് ഇടുന്നുണ്ട്, അത് യുങ്കി വായിക്കുന്നുണ്ട്. അങ്ങനെ 2 മില്യൺ ആയതിനു ശേഷം ഇനിയും ടൈം ഉണ്ടല്ലോ, എന്തായാലും ഇനിയും ലൈവ് വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് യുങ്കി ലൈവ് നിർത്തിയിട്ട് പോണത്.